നമസ്കാരം. കോടതിയിൽ കേസ് തെളിയിക്കാൻ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഏറെ നിർണായകമാണ്. വരുന്ന ചെറിയൊരു പിഴവ് പോലും കേസ് ദുർബലപ്പെടുത്തും എന്നുള്ളതിനാൽ എല്ലാ വഴികളിലൂടെയുമുള്ള തെളിവ് ശേഖരണം അന്വേഷണ സംഘം നടത്താറുണ്ട്. കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള പല കേസുകളിലും അന്വേഷണം എത്തി നിൽക്കുന്നത് ചില ജീവികളിലോ മൃഗങ്ങളിലോ ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കൊല്ലത്തെ ഉത്ര കൊലക്കേസ്. ഉത്രയെ കടിച്ച പാമ്പിനെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള തീരുമാനം വന്നപ്പോൾ സംശയങ്ങളും പരിഹാസങ്ങളുമായിരുന്നു ആദ്യം. യുവതിയുടെ മരണത്തിന് പിന്നാലെ പാമ്പിനെ കണ്ടെത്തി തല്ലിക്കൊന്ന കുഴിച്ചിട്ടിരുന്നു. എന്നാൽ ഈ പാമ്പ് കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണെന്ന് തിരിച്ചറിഞ്ഞാണ് പാമ്പിൻ്റെ ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കേരള പോലീസിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു പാമ്പിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. സമാന രീതിയിൽ കേരള പോലീസ് ഇതിനു മുൻപും പരിഹസിക്കപ്പെട്ടിരുന്നു. ഉത്ര കേസിൽ ഒരു പാമ്പായിരുന്നുവെങ്കിൽ നേരത്തെ ഒരു ചത്ത പൂച്ചയുടെ പേരിലായിരുന്നു ഇത്. പരിഹാസങ്ങളൊന്നും വകവയ്ക്കാതെ ചത്ത പൂച്ചയുമായി മുന്നോട്ട് പോയ അന്വേഷണ സംഘം തെളിയിച്ചത് ഒരു സ്ത്രീയുടെ ക്രൂരമായ കൊലപാതകമായിരുന്നു. വർഷം 2008. നടക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ആലപ്പുഴ കരിയില കുളങ്ങരക്കാർ അന്ന് ഉറക്കമെണീറ്റത്. പത്തിയൂർ പാടത്തെ കുളത്തിൽ ഒരു മൃതദേഹം. കാലുകൾ മുകളിലോട്ടായി പൊങ്ങി വന്ന മൃതദേഹം പോലീസ് സാന്നിധ്യത്തിൽ പുറത്തെടുത്തു. ആ ശരീരം ഒരു സ്ത്രീയുടേതായിരുന്നു. കൊലപാതകമാണെന്ന വ്യക്തവും. കാരണം വയറ് കീറി ഒരു കല്ല് കൂടി കെട്ടിയാണ് ആ സ്ത്രീയെ കുളത്തിൽ താഴ്ത്തിയിരുന്നത്. കൊലപാതകിയുടെ ഈ മുൻകരുതൽ മൃതദേഹം പൊങ്ങി വരാതിരിക്കും എന്ന നിഗമനത്തിലായിരുന്നു. ആ സ്ത്രീയെ നാട്ടുകാർക്കാർക്കും തിരിച്ചറിയാനാകുന്നില്ല. സമീപ പ്രദേശങ്ങളിലൊന്നും ഇങ്ങനെ ഒരു സ്ത്രീയെ കാണാതെ പോയതായി കേസൊന്നും നിലവിൽ വന്നിരുന്നില്ല. മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തി ആ മൃതശരീരം കുളത്തിലിറങ്ങിയതാണ് എന്നാണ് പോലീസിന് മനസ്സിലായത്. കായംകുളം CI ഹരികൃഷ്ണനായിരുന്നു കേസന്വേഷണത്തിൻ്റെ ചുമതല. കുളത്തിൻ്റെ സമീപത്തെ സർപ്പക്കാവിൽ നിന്നുയരുന്ന ചീഞ്ഞ ഗന്ധം പോലീസിനെ അങ്ങോട്ടേക്ക് എത്തിച്ചു. ഭയപ്പെട്ടതുപോലെ മറ്റൊരു മൃതശരീരം അവർക്കവിടെ കാണാൻ സാധിച്ചില്ല. പക്ഷേ അവിടെ ഒരു പൂച്ച ചത്ത് കിടപ്പുണ്ടായിരുന്നു. പോലീസ് ടീമിലുണ്ടായിരുന്ന ചിലരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ പൂച്ചയുടെ ശരീരത്തിൻ്റെ പഴക്കവും സ്ത്രീ ശവശരീരത്തിൻ്റെ പഴക്കവും ഏകദേശം ഒന്നാണ് എന്ന് മനസ്സിലാക്കി. ഈ കൊലപാതക സമയമാണോ പൂച്ച ചത്തതെന്നും കേസുമായി കണക്റ്റാകുന്ന എന്തെങ്കിലും തെളിവുകൾ പൂച്ചയുമായി ബന്ധപ്പെടുത്തി കിട്ടുമോ എന്നും പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. കേരള പോലീസ് 2 ശവങ്ങളുടെയും മേഴ്സർ തയ്യാറാക്കി. ഒരു പൂച്ചയുടെ കൊലപാതകത്തിന് പിന്നിൽ എന്ത് എന്ന് കണ്ടെത്താനുള്ള ആദ്യ മേഴ്സർ. അടുത്തതായി 2 ശരീരങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു. ഫോറൻസിക് സർജൻ സ്ത്രീയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിലും പൂച്ചയുടെ നടപടിക്രമം ചെയ്യാൻ വിസമ്മതിച്ചു. പിന്നെ ഒരു വെറ്റിനറി സർജനാണ് ആ ദൗത്യം നിറവേറ്റിയത്. കേരളത്തിൽ ആദ്യമായി ഒരു പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം അങ്ങനെ നടന്നു. 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും തമ്മിലുള്ള അതിശയകരമായ സാമ്യം കേരള പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പ്രധാനം 2 ശരീരങ്ങൾക്കും ഒരേ പഴക്കം, കഴിച്ച ഭക്ഷണമൊന്ന്, മരണകാരണം കീടനാശിനിയായ ഫ്യൂരിഡാൻ എന്നിവയൊക്കെ ആയിരുന്നു എന്നെല്ലാം കണ്ടെത്തി. ചത്ത പൂച്ചയ്ക്ക് ഒന്നുകിൽ ആ സ്ത്രീയുമായി അല്ലെങ്കിൽ കൊലപാതകിയുമായി ബന്ധമുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. പരിചയമുള്ള ആളുകൾക്കൊപ്പം മാത്രമേ പൂച്ച സഞ്ചരിക്കുകയുള്ളൂ എന്ന പോലീസ് നിഗമനവും നിർണായകമായി. അടുത്ത നടപടി മൃതശരീരം തിരിച്ചറിയുക എന്നതായിരുന്നു. എന്നാൽ ആ സ്ത്രീയെ ആരും തിരിച്ചറിഞ്ഞില്ല. എങ്കിൽ പിന്നെ പൂച്ചയെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്നായി പോലീസിൻ്റെ ചിന്ത. അതിനായി പൂച്ചയുടെ ചിത്രങ്ങളുമായി പോലീസ് ഇറങ്ങി. പൂച്ചയുടെ ദിവസങ്ങൾ പഴക്കമുള്ള ശരീരത്തിൻ്റെ ചിത്രം കാണിച്ചു. അത് തിരിച്ചറിയുന്നതിനായി ശ്രമിച്ച പലരിലും ചിരി വന്നു. എങ്കിലും ഒരു വീട്ടുകാർ ആ പൂച്ചയെ തിരിച്ചറിയുക തന്നെ ചെയ്തു. അവരുടെ പൂച്ചയെ കാണാതെ പോയ ദിവസവും കൊലപാതകം നടന്നു എന്ന് സംശയിക്കുന്ന ദിവസവും ഏതാണ്ട് യോജിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് കൊലപാതകവുമായി ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. പരിസര പ്രദേശങ്ങളിൽ അന്വേഷണം തുടർന്നു. അപ്പോഴാണ് അയൽ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ജലാലുദ്ദീൻ എന്നയാൾ സ്ഥലം വിട്ടതായി പോലീസ് മനസ്സിലാക്കിയത്. ഫോൺ വഴി ബന്ധപ്പെട്ട സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും പാത്രക്കച്ചവടവുമായി നടന്നിരുന്ന അയാൾ ഓരോ ഒഴിവുകൾ പറഞ്ഞ് തെന്നിമാറി. ഇത് പോലീസിൻ്റെ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തി. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ ഒരു ദിവസം അയാൾ തൻ്റെ താവളത്തിലെത്തിയെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പിന്നെ അയാളുടെ അറസ്റ്റിന് താമസമുണ്ടായില്ല. വിശദമായ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചു. പാത്രക്കച്ചവടവുമായി കറങ്ങി നടന്ന ജലാലുദ്ദീൻ്റെ പരിചയക്കാരിയായിരുന്നു ആ സ്ത്രീ. സൗഹൃദം ചൂഷണം ചെയ്ത അയാൾ ആ സ്ത്രീയുടെ പണവും ആഭരണങ്ങളും കൈക്കലാക്കി. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടർന്നപ്പോൾ അയാൾ ആ സ്ത്രീയെ വകവരുത്താൻ തീരുമാനിച്ചു.
സൗഹൃദം നടിച്ച് വീണ്ടും അടുത്തുകൂടിയ ജലാലുദ്ദീൻ ആ സ്ത്രീയെ പത്തിയൂർ പാടത്തെത്തിച്ചു. പക്ഷേ ജലാലുദ്ദീനെ അയൽവീട്ടിലെ പൂച്ചയും പിന്തുടരുന്നുണ്ടായിരുന്നു. പാടത്തിൻ്റെ കരയിൽ അയാൾ ഫ്യൂരിഡാൻ കലർത്തിയ ഭക്ഷണം ആ സ്ത്രീക്ക് കൊടുത്തു. ഭക്ഷണം വാങ്ങി കഴിച്ച അവർ ഛർദ്ദിച്ചുകൊണ്ട് കുഴങ്ങി വീണു മരിച്ചു. ജലാലുദ്ദീൻ ആ സ്ത്രീയുടെ വയറ് കീറി മുറിച്ച കല്ലും കെട്ടി അടുത്തുള്ള കുളത്തിൽ കെട്ടിത്താഴ്ത്തി. ഇതിനിടയിൽ ബാക്കി വന്ന ഭക്ഷണവും ഛർദിലും അകത്താക്കിയ പൂച്ചയും അവിടെ ചത്ത് വീണത് ആ കൊലപാതകി അറിഞ്ഞില്ല. അയാളുടെ വിധി അവിടെ നിർണ്ണയിക്കപ്പെടുകയായിരുന്നു. നീണ്ട വിചാരണയ്ക്കൊടുവിൽ ജീവപര്യന്തം തടവ് ജലാലുദ്ദീന് ലഭിച്ചു. ചത്ത പൂച്ച ഒരു കൊലപാതക കേസ് തെളിയിച്ച കഥ കുറ്റാന്വേഷണ നിരീക്ഷകരെ സ്വാധീനിക്കുന്ന ഒരു കഥയായി മാറി.